വെൽക്കം ടു ഇൻസ്പൈർ വോക്സ്. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം നമ്മുടെ വീഡിയോസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മൾ 100 days 100 motivation ഷോർട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ഷോർട്ട് സീരീസ് കാണുക. ഇത് നിങ്ങൾക്ക് വളരെ നല്ലൊരു മോട്ടിവേഷൻ ആവും. സോ ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ, എല്ലാവരും മുന്നിൽ പോകുന്നു, നീ മാത്രം എന്തുകൊണ്ട് പിന്നിൽ പോകുന്നു എന്ന്? സുഹൃത്തുക്കൾ അവരുടെ ലൈഫിൽ വിജയിക്കുന്നു, അവരൊക്കെ നിൻ്റെ വയസ്സിൽ പണം സമ്പാദിക്കുന്നു, എല്ലാവരും പ്രശസ്തരാകുന്നു, നല്ല ജോലികൾ നേടുന്നു, നീ മാത്രം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ, നീ ഒരിക്കലും ലാസ്റ്റ് അല്ല. നീ ഇപ്പോഴും നിൻ്റെ സ്റ്റോറിയുടെ, നിൻ്റെ കഥയുടെ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. ഇവിടുത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നിൻ്റെ ചാപ്റ്റർ 1 മറ്റൊരാളുടെ ചാപ്റ്റർ 20യോട് കമ്പയർ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റെന്താണെന്നറിയാമോ? നമ്മുടെ തുടക്കം മറ്റൊരാളുടെ മധ്യഭാഗവുമായി താരതമ്യം ചെയ്യുന്നു. നമ്മുടെ ചാപ്റ്റർ 1 മറ്റൊരാളുടെ ചാപ്റ്റർ 20യോ ചാപ്റ്റർ 15ഓ ചാപ്റ്റർ 25 ഒക്കെ ആയി കമ്പയർ ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ എപ്പോഴും കാണുന്നത് അവരുടെ വിജയം മാത്രമാണ്, പക്ഷേ നമ്മൾ ഒരിക്കലും അവരുടെ പരാജയങ്ങൾ കണ്ടിട്ടില്ല, അവരുടെ ഉറങ്ങാത്ത രാത്രികൾ കണ്ടിട്ടില്ല, അവരുടെ കണ്ണുനീര് കണ്ടിട്ടില്ല. അത് നമ്മൾ കാണുന്നില്ല. സോഷ്യൽ മീഡിയ വിജയങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്, അവരുടെ പ്രയത്നങ്ങൾ മറയ്ക്കുന്നു. സോ ഇതിലെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ വളർച്ച എന്ന് പറയുന്നത് അത് സ്ലോ ആയിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ ആ സ്ലോ ആയിട്ട് വരുന്ന വളർച്ച ഒരിക്കൽ പൊട്ടിത്തെറിക്കും. മുളയുടെ കഥ കേട്ടിട്ടുണ്ടോ? വർഷങ്ങളോളം മണ്ണിനടിയിൽ ഒന്നും കാണാനില്ല, വളർച്ചയില്ലെന്ന് തോന്നും. പക്ഷേ ആ സമയത്ത് അത് അതിൻ്റെ വേരുകളെ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം അത് പെട്ടെന്നുയരും. ഇപ്പോൾ നിന്റെ ലൈഫും അതുപോലെ തന്നെയാണ്. നീ കാണാതെ തന്നെ നീ വളരുന്ന അവസ്ഥയിലായിരിക്കും. സോ ഇവിടെ ഇപ്പോൾ നിന്റെ വേരുകൾ പണിയുകയാണ്, അത് പണിതുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, നിന്റെ സമയം വ്യത്യസ്തമാണ്, തെറ്റല്ല. മീൻസ് എല്ലാവരും 18ാമത്തെ വയസ്സിൽ തന്നെ വിജയിക്കണമെന്നില്ല, 21 എല്ലാം കണ്ടെത്തണമെന്നില്ല. ചിലർക്ക് അവരുടെ കഴിവ് കണ്ടെത്താൻ വർഷങ്ങളെടുക്കും, പക്ഷേ അവർ കണ്ടെത്തുമ്പോൾ അവർ അൺസ്റ്റോപ്പബിളായി മാറും. നിന്റെ സമയക്രമം വ്യത്യസ്തമാണ്, അതൊട്ടും തെറ്റല്ല. ഈ പ്രായത്തിൽ ഒരു 18 വയസ്സ് 21 വയസ്സ് അല്ലെങ്കിൽ ഈവൻ ടീനേജിൽ തന്നെ നിനക്ക് ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റല്ല. ചിലപ്പോൾ ടീനേജേഴ്സിന് കണ്ടെത്താൻ സാധിക്കും, ചിലപ്പോൾ സാധിക്കില്ല. ചിലപ്പം ടീനേജിൽ നിന്ന് വ്യത്യസ്തമായി 18, 20, 30 വയസ്സാകുമ്പോഴായിരിക്കും നിന്റെ കഴിവുകൾ നീ കണ്ടെത്തുക. സോ അത് നിന്റെ തെറ്റല്ല, അത് സമയക്രമം വ്യത്യസ്തമാണെന്ന് മാത്രം. ഇനി നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, നീ ചോദ്യം മാറ്റുക. മീൻസ് ഞാൻ പിന്നിലാണോ എന്ന് ചോദിക്കാതെ ഇന്ന് ഞാൻ എന്താണ് മെച്ചപ്പെടുത്താൻ പോകുന്നത് എന്ന് ചോദിക്കും. ഒരു സ്കിൽ, ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ പുരോഗതി പോലും, ദിവസം 1% വളർച്ച പോലും ഒരു വർഷത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. സോ ഒരു ദിവസം ഇപ്പോൾ നിന്നെ മറികടക്കുന്നതായി തോന്നുന്ന ആളുകൾ നിന്നെ നോക്കി ചോദിക്കും, എപ്പോഴാണ് നീ ഇത്ര മാറിയത്? നീ ചിരിക്കുവന്ന്, കാരണം നീ അറിയുന്നു ഇത് ഓവർനൈറ്റ് വർക്കിംഗ് അല്ല, ഇത് സൈലന്റ് ഗ്രോത്ത് ആണ്. നീ വൈകിയിട്ടില്ല, നീ പിന്നിലല്ല, നീ തളർന്നിട്ടില്ല, നീ തയ്യാറാകുകയാണ്. നിന്റെ സമയം വന്നാൽ നീ ഉയരുന്നത് മാത്രമല്ല, നീ പ്രകാശിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ പിന്നിലല്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ അവകാശമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
കാരണം ഇൻസ്പൈർ വോക്സിൽ നമ്മൾ മോട്ടിവേഷൻ അല്ല നൽകുന്നത്, നമ്മൾ മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സോ താങ്ക് യു.